بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا القلائد البرهانية എന്ന കിതാബിൻ്റെ 23-ാമത്തെ ബൈത്താണ് ഇന്ന്. അതിന് അദ്ദേഹം നൽകിയ ഹെഡിങ് ബാബു മൻ യരിസു മിനദ്ദുകൂർ, ആണുങ്ങളിൽ നിന്നും അനന്തരമെടുക്കുന്ന ആൾക്കാരുടെ ബാബ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുഅല്ലിഫ് റഹിമഹുല്ലാഹ് നൽകിയത് മിനദ്ദുകൂർ എന്നുള്ളതാണ്, റിജാല് എന്നല്ല. സാധാരണ റഹ്ബിയ അതുപോലെ മറ്റുള്ള ഫറായിദിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ അൽ വാരിസൂന മിനർ റിജാൽ എന്നാണ് കാണാൻ കഴിയുക. പക്ഷെ ഇദ്ദേഹം അദ്ദുകൂർ എന്നാ പറഞ്ഞത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ഭാഗം വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയാണ്, അൽ വാരിസൂന മിനർ റിജാൽ എന്ന് പറയലായിരുന്നു ശരിയായ രൂപം. കാരണം അതില് റുജൂലിയത്ത് ഇല്ലത്താണ്, അസബക്കാരനാകാനുള്ള ഒരു ഇല്ലത്താണ് റുജൂലിയത്ത്. ഇപ്പം റിജാലിത് മാത്രം പറഞ്ഞാൽ അതിലാര് പെടൂല? കുട്ടികളും ചെറിയ കുട്ടികൾ പെടൂല, അവരും വാരിസ്യങ്ങൾ തന്നെയല്ലേ. ദുക്കൂർ മാത്രം പറഞ്ഞാലോ എല്ലാവരും പെടും, പക്ഷെ അതിന്റെ ഇല്ലത്ത് അതിന് മനസ്സിലാവില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അസബക്കാരായത് എന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഹദീസിൽ അൽഹിഖു അൽ ഫറായിള ബി അഹ്ലിഹ ഫമാ ബഖിയ ഫലിഔലാ റജുലിൻ ദകരിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും ആവർത്തിച്ചു. ഒരു ഫായിദ ഇല്ലാണ്ട് ഒരിക്കലും വഹീന്റെ കലാമിൽ എന്തുണ്ടാവില്ല? തക്രാർ ഉണ്ടാവില്ല, ആവർത്തനം ഉണ്ടാവില്ല. അവിടെ റസൂൽ എന്താ സൂചിപ്പിച്ചത്? റജുല് എന്ന് പറയുന്നതിലൂടെ റുജൂലിയത്താണ് അസബക്കാരന്റെ ഇല്ലത്ത്. പെണ്ണിനേക്കാൾ അസബയായിട്ട് കിട്ടുന്നുണ്ടല്ലോ, അധികം കിട്ടുന്നുണ്ടല്ലോ, അതിന്റെ ഇല്ലത്താണ് ആ ഫലിഔലാ റജുലിൻ എന്ന വാക്കിലൂടെ റസൂൽ സൂചിപ്പിച്ചത്. അപ്പം റജുലിന് മാത്രം പറഞ്ഞ് നിർത്തിയാൽ ആർക്കില്ല? ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അതിനെയും കൂടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ദകരിൻ എന്നും കൂടി പറഞ്ഞത്. അപ്പം ദക്കർ എന്ന പദത്തിലൂടെ ഇറാദത്തുൽ ഉമൂമിന് ഉദ്ദേശിച്ചു, ചെറിയ കുട്ടികളും വലിയ ആൾക്കാരും. റജുൽ എന്ന പദത്തിലൂടെ എന്താണ്? റുജൂലിയത്താണ് അസബക്കാരന്റെ ഇല്ലത്ത് എന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പം സാധാരണ കിതാബുകളിലൊക്കെ കാണാൻ പറ്റുന്നത് അൽ വാരിസൂന മിനർ റിജാൽ എന്നുള്ളതാണ്. അതാണ് കുറച്ചും കൂടി സഹീഹായ ഒരു രീതി. അപ്പം ഇദ്ദേഹം തുടങ്ങുന്നത് ബാബു മൻ യരിസു മിനദ്ദുകൂർ, ആണുങ്ങളിൽ നിന്നും അനന്തരമെടുക്കുന്നവർ. ബൈത്ത് അൽ വാരിസു ഇബ്നുൻ വബ്നുഹു അബുൻ വജദ് ലഹു വസൗജുൻ മുത്ലഖുൽ അഖി വഅദ്. മൊത്തം ആണുങ്ങളിൽ നിന്നും 15 ആൾക്കാരാണ് അനന്തരം എടുക്കുന്ന ആൾക്കാരുണ്ടാവുക. 15 ആൾക്കാർ. നമുക്ക് ഓരോന്ന് വിശദീകരിക്കാം. അൽ വാരിസു, വാരിസീങ്ങള്. അൽ വാരിസു മിനദ്ദുകൂർ എന്നുള്ളത് മഹ്ദൂഫാണ് അവിടെ. അൽ വാരിസു അനന്തരം എടുക്കുന്നവർ ആരൊക്കെയാണ്? ആണുങ്ങളിൽ നിന്ന് ഇബ്നുൻ, ഒന്നാമത്തത് ഇബ്നു ഇബ്നുൽ മയ്യിത്ത്, മയ്യത്തിന്റെ മകൻ. രണ്ടാമത്തത് വബ്നുഹു, ആ ഹൂ മടങ്ങുന്നത് ഇബ്നിലേക്കാണ്, ദമീർ മടങ്ങുന്നത് ഇബ്നിലേക്ക്. അപ്പം വബ്നുഹു ഇബ്നു ഇബ്നിൽ മയ്യിത്തി, മയ്യത്തിന്റെ മകന്റെ മകൻ. രണ്ടാൾക്കാരായി. മൂന്നാമത്തത് അബുൻ,
അവിടെ വാവ് അത്തിഫിൻ്റെ വാവ് മഹ്ദൂഫാണ്. വ അബുൻ എന്നുള്ളതാണ്, അത്തിഫിൻ്റെ വാവ് മഹ്ദൂഫാണ്. അപ്പം വ അബുൻ, മൂന്നാമത്തത് അബുൻ, മൂന്നാൾക്കാരായി. ഇബിന് വബിനുഹു ഐ ഇബിനുൽ ഇബിൻ. പിന്നെ അബ് ആര്? അബുൽ മയ്യിത്ത്. വജദ്, ജദ് അവിടെ എന്തുണ്ട്? അതിന്റെ കൂടെ ഒരു കൈതും കൂടി ഉണ്ട്. വജദ് ലഹു ഐ ലിൽ അബ്, ഉപ്പയിലൂടെ, അതായത് മിൻ ഖിബലിൽ അബി. ആ ലഹു ഹു ദമീർ മടങ്ങുന്നത് അബിലേക്കാണ്. അപ്പൊ ഉപ്പയിലൂടെയുള്ള ജദ്. അപ്പം അബുൽ അബ്. അവിടുന്ന് അങ്ങോട്ട് വഇനഅല ബിമഹ്ലിൽ ദുക്കൂർ, അവിടുന്ന് അങ്ങോട്ട് ആർക്ക് കിട്ടൂല? ഉമ്മാന്റെ വാപ്പാക്ക് അബുൽ ഉമ്മിന് കിട്ടൂല. കാരണം എന്താണ്? കുല്ലു ദകരിൻ യുദ്ലി ബി ഉൻസ ലാ യരിസ്. ഖായിദയാണ്. കുല്ലു ദകരിൻ യുദ്ലി ബി ഉൻസ ലാ യരിസ്. പെണ്ണിലൂടെ മയ്യത്തുമായിട്ട്, കുല്ലു ദകരിൻ യുദ്ലി, അദ്ല യുദ്ലി, ഇത്തസല ഇത്തസിലു, അദ്ല യുദ്ലി. അപ്പൊ കുല്ലു ദകരിൻ യുദ്ലി ബി ഉൻസ ലാ യരിസ്. പെണ്ണിലൂടെ മയ്യത്തുമായിട്ട് ബന്ധം വെക്കുന്ന ആണെന്തില്ല, സ്വത്തില്ല. ഇല്ല ഔലാദുലും, ഔലാദുലുമ്മിന് ഒഴിച്ച്. ഔലാദുലുമ്മിന് ആരായിട്ട് മയ്യത്തുമായിട്ട് എങ്ങനെ ബന്ധം? ഉമ്മയിലൂടെ മാത്രമാണ് അവർക്ക് കിട്ടുക. അവർ 5ഓളം ആമായ കായികകളിൽ നിന്നും ഈ ഔലാദുലും എന്താണ് വേറിട്ട് നിൽക്കുന്നത്. പക്ഷെ അത് അവർ ഖാസ നിയമങ്ങളുണ്ട്, പക്ഷെ അത് പിന്നീട് വരും. അപ്പം ഈ അബ് എന്നുള്ളത് എന്താണ്? മഅ്തൂഫാണ്. അതിൽ വജദ്ദുൻ ലഹു ഐ ജദ്ദുൽ ലി അബ് ഐ അബുൽ അബ്, ഉപ്പാന്റെ ഉപ്പ. ഇപ്പൊ എത്ര ആൾക്കാരായി? 4 ആൾക്കാർ. അഞ്ചാമത്തത് വസൗജുൻ, ഭർത്താവ്. അത് പിന്നെ അധികം ചർച്ചയില്ല. നിക്കാഹിലൂടെ ബന്ധം വെക്കുന്ന 2 ആൾക്കാരുണ്ട്, ഭാര്യയും ഭർത്താക്കന്മാരും. ആറാമത്തത് വമുത്ലഖുൽ അഖി. മുത്ലഖുൽ അഖി എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ മുത്തം. മുത്ലഖിൽ നിന്ന് അദ്ദേഹം ഇത്ലാഖാക്കാൻ കാരണം ഖൈദ് വെക്കാതെ മുത്ലഖുൽ അഖി, എല്ലാ സഹോദരന്മാരും. സഹോദരന്മാരെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ കഴിയും. നമ്മൾ നേരത്തെ തരംതിരിച്ചിരുന്നു. ഏതാണ്? ഒന്ന് ഷഖീഖ്, ഉപ്പയിലൂടെയും ഉമ്മയിലൂടെയും ബന്ധമുള്ള ആള്. 2 അഖുൽ ലി അബ്, ഉപ്പയിലൂടെ മാത്രം മയ്യത്തുമായിട്ട് ബന്ധം വെക്കുന്ന സഹോദരൻ. 3ആമത്തത് അഖുൽ ലി ഉമ്മ, ഉമ്മയിലൂടെ മാത്രം മയ്യത്തുമായിട്ട് ബന്ധം വെക്കുന്ന സഹോദരന്മാർ. അപ്പൊ ഈ 3 സഹോദരന്മാർക്കുണ്ട്. അപ്പം വിശാലമായിട്ട് എണ്ണാണെങ്കിൽ എത്രയായി? 5ഉം 3ഉം 8 ആൾക്കാരായി. അപ്പം ഇബിന്, ഇബിനുൽ ഇബിന്, അബ്, ജദ്ദുൽ ലഹു ഉപ്പാന്റെ ഉപ്പ, സൗജ്, അഖുൽ ഷഖീഖ്, അഖുൽ ലി അബ്, അഖുൽ ലി ഉമ്മ, 3 ആൾക്കാർ. അപ്പം യുഅദ് ഐ മഅദൂദുൻ മിനൽ വറസ. യുഅദ് എന്ന് പറഞ്ഞാൽ അദ്ദ യുഅദ്ദു, എണ്ണപ്പെടും. അപ്പം അൽ വാരിസു മിനൽ ദുകൂരി, അൽ വാരിസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരൊക്കെ യുഅദ് ഐ മഅദൂദുൻ, ഇവരൊക്കെ എന്താണ്? വാരിസ്യങ്ങളായിട്ട് എണ്ണപ്പെടുന്ന ആൾക്കാരാകുന്നു. അടുത്ത 24ാമത്തെ ബൈത്ത് വൽ അമ്മു വബ്നുൽ ലഹുമാ ഇൻ അദ്ല ബിൽ അബി കുല്ലും മിൻഹുമു വൽ മൗല. വളരെ മുഖ്തസറാക്കി എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ എഴുത്താണ്. വൽ അമ്മു, 9ാമത്തെ ആള് അല്ലെ, ബസ്തായിട്ട് എണ്ണിയാല് 9ാമത്തെ ആള്. വൽ അമ്മു, അമ്മ്, ഈ അമ്മയുടെ ഉദ്ദേശം ആരാണ്? അമ്മുൻ ഷഖീഖും അമ്മുൽ ലി അബു, ഉപ്പാരെ മയ്യത്തിന്റെ ഉപ്പാന്റെ ഷഖീഖായ സഹോദരൻ. മയ്യത്തിന്റെ ആരാണ്? അമ്മുൻ ഷഖീഖ്. മയ്യത്തിന്റെ ഉപ്പാരെ ഉപ്പയൊത്ത സഹോദരൻ അഖുൽ ലി അബ്, മയ്യത്തിന്റെ ആരാണ്? അമ്മുൽ ലി അബ്. അമ്മുൽ ലി ഉമ്മിന് കിട്ടൂല. അദ്ദേഹം അത് പിന്നീട് ശേഷം വിശദീകരിക്കുന്നുണ്ട്, ഖൈദ് പറയുന്നുണ്ട് ശേഷം. ഇപ്പൊ വൽ അമ്മു, അമ്മ നമുക്ക് ബസ്തായിട്ട് എണ്ണാം. വൽ അമ്മു, അമ്മ. വബ്നുൻ ലഹുമ, വബ്നുൻ മകൻ, ലഹുമ ആ 2 ആൾക്കാരുടെ, ആരൊക്കെ? സഹോദരന്റെയും അമ്മിന്റെയും.
ഈ ലഹുമ ആ ലമീർ മടങ്ങുന്ന എവിടത്തേക്കാണ്? അഖിലേക്കും അമ്മിലേക്കും, അഖിലേക്കും അമ്മിലേക്കും. അപ്പം അഖിന്റെ മക്കൾക്കുണ്ട് അബ്നാ ഉൽ അഖ്, ആ മക്കൾക്കുണ്ട്. അതുപോലെ തന്നെ അബ്നാ ഉൽ അമ്മ്, അമ്മിന്റെ മക്കൾക്കും ഉണ്ട്. അത് ഈ അമ്മിനുണ്ട്, അതുപോലെ തന്നെ അവരുടെ അഖിന്റെയും അമ്മിന്റെയും മക്കൾക്കുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ കൂടെ ഒരു നിബന്ധന അദ്ദേഹം പറയാണ്, ഇൻ അദിലാ ബിൽ അബി. ഇൻ അദില, അതിന്റെ ഫായില് കുല്ലു, അദിലിന്റെ ഫായില് കുല്ലു. അപ്പൊ ഇൻ അദിലാ ബിൽ അബി കുല്ലും മിൻഹുമു. ഇൻ അദിലാ ബിൽ അബി, ഉപ്പയിലൂടെ ബന്ധം വെച്ചാൽ, അദില യുദിലി എന്ന് പറഞ്ഞാൽ ബന്ധം വെക്കുക, ഇത്തസ്ര ഇത്തസിലു. അപ്പൊ ഉപ്പയിലൂടെ ബന്ധം വെച്ചാൽ ആര്? കുല്ലും മിൻഹുമു, വാവ് വാവിത്തിലാക്കിന്റെ വാവാണ്, കുല്ലും മിൻഹും. അപ്പം ആ മിൻഹും ലമീർ മടങ്ങുന്നിടത്തേക്കാണ് അമ്മിലേക്ക്, അതുപോലെ തന്നെ ഇബിനു അമ്മിലേക്ക്, അതുപോലെ തന്നെ ഇബിനു അഖിലേക്ക്. ഈ മൂന്നാൾക്കാരിലേക്കാണ് ഈ ലമീർ മടങ്ങുന്നത്. അഥവാ അഖ് എന്താണ്? ഷഖീഖിനും കിട്ടും, അഖുല്ലി അബിനും കിട്ടും, അഖുല്ലി ഉമ്മിനും കിട്ടും. അമ്മിലേക്ക് വരുമ്പോ ഇൻ അദിലാ ബിൽ അബി കുല്ലും മിൻഹും, ആ അൽ ഇദ്ലാഉ ബിൽ അബ് ഷർത്താണ്. അപ്പം ഇദ്ലാഉ ബിൽ അബുള്ള അമ്മാരൊക്കെയാണ്? അമ്മു ഷഖീഖും അമ്മുല്ലി അബും. അമ്മുല്ലി ഉമ്മിന് കിട്ടൂല. ഈ ഷർത്ത് വെക്കുന്നവർ അമ്മുല്ലി ഉമ്മ് പുറത്തുപോയി. ഇനി മക്കളിലേക്ക് വരുമ്പം അബ്നാ ഉൽ ഇഖ്വ, ഇദ്ലാഉ ബിൽ അബ് ഷർത്താണ് അവിടെ. അപ്പം ഇബ്നു അഖിൻ ഷഖീഖ്, ഇബ്നു അഖിൻ ലി അബ്, ഇബ്നു അഖിൻ ലി ഉമ്മിന് കിട്ടൂല. മനസ്സിലായില്ലേ? പിന്നെ മൂന്നാമത്തത് ആര്? അമ്മുല്ലി അബ്, അമ്മിനും ഇദ്ലാ ഷർത്താണ്, അതുപോലെ തന്നെ ഇബ്നു അമ്മിനും ഇദ്ലാ ബിൽ അബ് ഷർത്താണ്. അബ്നാഉൽ ഇഖ്വക്കും എന്താണ്? അൽ ഇദ്ലാഉ ബിൽ അബ് ഷർത്താണ്. സഹോദരന്മാർക്കോ അൽ ഇദ്ലാഉ ബിൽ അബ് ഷർത്തില്ല. അതാണ് ഇപ്പൊ വൽ അമ്മു, അമ്മ്, വബ്നുൽ ലഹുമ, അമ്മിന്റെയും അഖിന്റെയും മക്കള്, മകന്. പിന്നെ അവിടെ ഷർത്ത് പറഞ്ഞു, ഇൻ അദിലാ ബിൽ അബി, ഉപ്പയിലൂടെ ചേർന്ന് വന്നാൽ, കുല്ലും മിൻഹുമു, അവരിൽ നിന്നുള്ള ഓരോരുത്തരും. ആ മിൻഹും എന്ന ലമീർ മടങ്ങുന്നിടത്തേക്കാണ്? മൂന്നാൾക്കാരിലേക്കാണ്. അമ്മ്, ഇബിനുൽ അമ്മ്, ഇബിനുൽ അഖ്. അപ്പൊ ഈ മൂന്നാൾക്കാർക്കും എന്താണ്? അൽ ഇദ്ലാഉ ബിൽ അബ് എന്ന നിബന്ധന മുഅല്ലിഫ് വെച്ചു. അതോടുകൂടി ആരൊക്കെ പുറത്തുപോയി? ഇബ്നു അഖില്ലി ഉമ്മ് പുറത്തുപോയി, അതുപോലെ തന്നെ അമ്മുല്ലി ഉമ്മ് പുറത്തുപോയി, അതുപോലെ തന്നെ ഇബ്നു അമ്മുല്ലി ഉമ്മ് പുറത്തുപോയി. മനസ്സിലായില്ലേ? അപ്പൊ എത്ര ആൾക്കാരായി? നേരത്തെ നമ്മൾ എണ്ണത് 8 ആൾക്കാർ. അമ്മ് 9, അമ്മുൻ ഷഖീഖ് 9, അമ്മുല്ലി അബ് 10, പിന്നെ അവരെ മക്കള് ഇബ്നു അമ്മിൻ ഷഖീഖ്, ഇബ്നു അമ്മിൻ ലി അബ് 12, പിന്നെ സഹോദരന്മാരുടെ മക്കള് ഇബ്നു അഖിൻ ഷഖീഖ് 13, ഇബ്നു അഖിൻ ലി അബ് 14, പിന്നെ വൽ മൗല, മൗല അറിയാലോ? ആരാണ് മൗല? മൗല എന്തായി? മുഅ്തിഖുൽ അബ്ദ്. അപ്പൊ മുഅ്തിഖുൽ മയ്യിത്ത്. അപ്പൊ ഈ മുഅ്തിഖത്തും ആവാം, രണ്ടും ആവാം. ഇപ്പം അപ്പൊ ദക്കറിന്റെയിലും എണ്ണും, റിജാലിന്റെയിലും എണ്ണും, ഇനാസിന്റെയിലും മൗലനെ എണ്ണും. ആണാണെങ്കിൽ ദക്കറിന്റെ, പെണ്ണാണെങ്കിൽ. അപ്പൊ ഇതാണ് 15 ആൾക്കാർ. മൊത്തം 15 ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാം? എണ്ണാൻ കഴിയും. തിരിഞ്ഞില്ലേ? ബൈത്ത് നോക്കോ. അൽ വാരിസു ഇബ്നുൻ, മകന്, വബ്നുഹു, ആ മകന്റെ മകന്, അബുൻ ഐ വ അബുൻ, വാവ് മഹ്ദൂഫാണ്, വാപ്പ, വജദ്ദുൻ ലഹു ഐ ലിൽ അബ്, ലഹു മടങ്ങുന്ന അബിലേക്ക്, ഉപ്പയുടെ ഐ അൽ ജദ്ദു മിൻ ഖിബലിൽ അബ്. പിന്നെ മുത്ലഖുൽ അഖി
أي أخ شقيق أخ لأب أخ لأم يعد أي معدود പിന്നെ വൽഅമ്മു ആരൊക്കെയാണ് അമ്മിൽ വരിക അമ്മുൻ ഷഖീഖും അമ്മുൽ അബും വബ്നുൽ ലഹുമാ ആ രണ്ടാൾക്കാരുടെ മക്കള് അമ്മിന്റെ മക്കളും അഖിന്റെ മക്കളും ഇനി അവർക്കിപ്പോ കിട്ടുക ഇൻ അദ്ലാ ബിൽ അബി കുല്ലും മിൻഹുമു ഈ പറയപ്പെട്ട എല്ലാ ആൾക്കാരും ആരൊക്കെ അമ്മും അമ്മും ഇബ്നു ഇഖ്വ ഈ മൂന്ന് വിഭാഗം ആൾക്കാർക്കും അനന്തരം കിട്ടണമെങ്കിൽ എന്ത് ഷർത്തുണ്ട് അൽ ഇദ്ലാഉ ബിൽ അബി ഉപ്പയിലൂടെ മയ്യത്തുമായിട്ട് ബന്ധം വേണം എന്ന ഷർത്തുമുണ്ട് 15ാമത്തത് വൽ മൗല മോചിപ്പിച്ച ആള് ഇതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം هذا والله أعلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته